ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് നമ്മൾ വ്ളോഗിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഡോക്ടർ സോനു ഇല്ലേ, അവൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണെന്ന്, നമ്മുടെ ഷഹാനയുടെ. അപ്പോൾ ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. ആക്ച്വലി ഇന്ന് നമുക്ക് പാർട്ടി തരികയാണ് അവർ. അത് നമ്മുടെ ഹോളിഡേ ഇന്നിൽ കൈറ എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, പുതുതായിട്ട് തുടങ്ങിയ ക്ലബ്ബെന്ന് പറയാമല്ലോ, അത് ലൗഞ്ചാണ്. അപ്പോൾ ലൗഞ്ച് എന്താ പറയുക, അവിടെ മറ്റേ ഗ്രീക്ക് ആൻഡ് മെഡിറ്ററേനിയൻ കൈൻഡ് ഓഫ് ക്യുസീനാണ്. ഞാൻ അതൊക്കെയായിട്ടും പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അവിടെ പോയി അവളെ ബർത്ത്ഡേ ആഘോഷിക്കാം, നല്ല ഫുഡ് അടിക്കാം എന്നുള്ള പ്ലാനിലാണ്. സോ ലെറ്റ്സ് സീ ഗൈസ്, ഇന്ന് അതാണ് പ്ലാൻ. മാത്രമല്ല എനിക്ക് ഇന്നൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതും നോക്കാം. അത് നമ്മുടെ തംബ്നെയിലൊക്കെ ഡിസൈൻ ചെയ്യണം. നമ്മളെ ഷാങ്കി ഉണ്ട്, അവൻ എനിക്ക് അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചേക്കാണ്. എൻ്റെ ബർത്ത്ഡേ 20-ാം തീയതിയാണ് ഗൈസ്, ഇപ്പോഴൊന്നും അല്ല. അതുകൊണ്ട് ഇനിയും സമയമുണ്ട്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അവൻ ഡൽഹിയിലായതുകൊണ്ട് അവൻ എനിക്ക് നേരത്തെ അയച്ചു തന്നു. ഈ ഇടയ്ക്ക് എൻ്റെ ഷൂസിൻ്റെ സൈസ് വെച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചതാണ്. മിക്കവാറും എന്തോ അയക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അവനെ കൊണ്ട് ഞാൻ തോറ്റ്. ഞാൻ പറഞ്ഞതാണ് വേണ്ട, ഒരാവശ്യമില്ല എന്നുള്ളൂ. പക്ഷേ അവൻ്റെ സ്നേഹം ഞാൻ എന്ത് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരു ഷൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ മുമ്പ് വെച്ച് അൺബോക്സ് എന്തോന്നതിൻ്റെ പേര്, അൺബോക്സ് ചെയ്യാം. അപ്പോൾ ശരി ഗൈസ്, പോരാ. ഇതാണ് ഗൈസ് നമ്മുടെ പെട്ടി, അവൻ അയച്ചു തന്നത്. ഇതെന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ. ഒരു കയ്യിൽ വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കയറി മുറിക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം ഷൂസാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഷൂസിൻ്റെ സൈസ് ചോദിച്ചത് കൊണ്ട് എനിക്ക് ഉറപ്പാണ് ഇത് ഷൂസാണെന്നുള്ളത്. എന്താ കഷ്ടപ്പാടാണ് ഗൈസ്, പ്ലാസ്റ്റിക്കിനെ കീറി മുറിക്കാൻ. അമ്മേ, അയ്യോ, സ്പൈഡർ മാനാണ്. വരുന്നുണ്ട് ഗൈസ്, കീറി മുറിച്ചിട്ട് വരാൻ ഗൈസ്. അത് കീറി മുറിച്ചപ്പോൾ അത് വേറൊരു കവർ. സോൾ സ്റ്റോറിൻ്റെ ഇത് കൊള്ളാം കേട്ടോ, പാക്കിങ് നല്ല രസമുണ്ട്, അടിപൊളി, നൈസ്. വരുന്നുണ്ട് ഗൈസ്. അടുത്ത് ഇതൊന്നും കീറി പറിക്കട്ടെ, വീണ്ടും വരാം. ആ പെട്ടിയും കളഞ്ഞപ്പോൾ അടുത്ത അതിൻ്റെ അകത്ത് നമ്മൾ യഥാർത്ഥ മെയ്ഡ് ബൈ ഹ്യൂമൻസ് വോൺ ബൈ സൂപ്പർ ഹീറോസ്. എനിക്ക് വയ്യ. ദ സോൾ സ്റ്റോർ സ്നീക്കർ ഡിവിഷൻ. നോക്കട്ടെ ഗൈസ്, എന്താണ് അവൻ അയച്ചത്. എന്തൊക്കെയോ ഐറ്റംസ്, എന്തോ ചാക്കോ. ഇതിൻ്റെ അകത്തുനിന്നൊരു നോട്ട് ഇട്ടിട്ടുണ്ട്. ഹേയ് വേദാങ് ഹിയർ, നത്തിങ് ഫീൽസ് ബെറ്റർ ദാൻ ഗോയിങ് ഹോം ടു ഫെമിലിയർ ഫേസസ് ആൻഡ് ഹോം കുക്ക് ഫുഡ്. ഹോപ്പ് വാട്ട്സ് ഇൻസൈഡ് ദിസ് പാക്കേജ് മേക്സ് യു ഫീൽ ജസ്റ്റ് ആസ് ഗുഡ് വെൻ യു സ്റ്റെപ്പ് ഔട്ട് ദിസ് ഫെസ്റ്റിവ് സീസൺ. ഇത് അവൻ്റെ മെസ്സേജ് അല്ല, ഇത് സോൾ സ്റ്റോറിൻ്റെ ആരുടെ മെസ്സേജാണ്. ആഹാ, നൈസ്, കൊള്ളാം കേട്ടോ, നൈസ് ഷൂസ്. ഇത് ഞാൻ കണ്ടതായിരുന്നു, നമ്മളിവിടെ കൊച്ചിയിലുണ്ട്. നമ്മളന്ന് സോൾ സ്റ്റോറിൽ മറ്റേ എൻ്റെ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നല്ലോ, അന്ന് ഞാൻ കണ്ടതായിരുന്നു. നൈസ്, താങ്ക്സ് ടാ, താങ്ക് യു സോ മച്ച്. ഒരു ഷൂസ് കൂടെ എനിക്ക് കളക്ഷനിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഷൂസ് കൊണ്ട് എനിക്കിപ്പോൾ ഇരിക്കാം. ഇപ്പം തന്നെ ഒരു കുറേ ഷൂസായി. അങ്ങനെ ഒരു ഷൂ കട തുടങ്ങാനുള്ള ഷൂസ് അത്രയും എനിക്ക് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു ടാ, താങ്ക് യു ഷാങ്കി, താങ്ക്സ് ഫോർ ദിസ് ഗിഫ്റ്റ്. അഡ്വാൻസ് എന്തോന്ന് പറയുമല്ലോ, ഏർലി ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ എന്തായാലും ഏപ്രിൽ തുടങ്ങിയതും ഫസ്റ്റ് ഗിഫ്റ്റ് വന്നിരിക്കുകയാണ്. ആൻഡ് സൂപ്പർ ഹാപ്പി ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ കൈറയിലോട്ട് പോട്ടെ, അവിടെയാണ് പരിപാടി നടക്കുന്നത്. പിന്നെ എന്തുവാ, ബാക്കി ഫ്രണ്ട്സൊക്കെ അവിടെ വരുന്നുണ്ട്. സോ കുറേ പേരൊന്നും ഇല്ല, കാർത്തിയൊന്നും ഇല്ല സ്ഥലത്ത്. അപ്പം ഉള്ളവരെ വെച്ചിട്ട് ചെറിയൊരു പാർട്ടി പരിപാടി. ഓക്കെ, ഞാൻ അങ്ങനെ ഷാരു വീട്ടിൽ വന്നിരിക്കുകയാണ്, പച്ച ചെരുപ്പും ചുവന്ന ചെരുപ്പൊക്കെ ആയിട്ട്. അവിടെ വാ, ഗിഫ്റ്റ് പച്ച ചെരുപ്പിട്ടോണ്ടോ അദ്ദേഹം, ചുവന്നുണ്ട്. ഇതെന്തോ, ശരിയാ. ഗൈസ്, അവന് ഇതായി പച്ച മാക് ബുക്ക് എടുത്ത് തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാൻ മറ്റേ കാട്ടിൻ്റെ ഇടയിലൊക്കെ പോയിരുന്ന് ചെയ്യാന്ന് വിചാരിച്ചതാ. പക്ഷെ വലിയ ക്വാളിറ്റി, എൻ്റെ റിവ്യൂ കണ്ടപ്പോഴേ മനസ്സിലായി വലിയ ഗുണമില്ലാന്ന് ഈ സാധനം. പിന്നെ ലേറ്റസ്റ്റ് സാധനമാണെന്നോ. ഇത് ബഡ്ജറ്റ് തന്നെയാണ് എയർ. 70-75 രൂപ കിട്ടും. എന്തായാലും EMI എടുക്കണം. 5 രൂപയും കൂടെ കൂട്ടിയിട്ട് വെറുതെ അല്ലാതെ. അപ്പൊ ഇതും കൊണ്ട് കൊടുക്കട്ടെ ഗൈസ്. എന്നിട്ട് ഷഹാനയ്ക്ക് ഗിഫ്റ്റും വാങ്ങിച്ച് നമ്മൾ പാർട്ടിക്ക് പോവാണ്. ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ ഐഫോൺ ഫോബിയാസിൽ വന്നിരിക്കുകയാണ്. ഷഹാനയ്ക്ക് ഒരു എയർപോർട്സ് ഗിഫ്റ്റ് കൊടുക്കാന്നുള്ള പ്ലാനിലാണ്. അവള് എന്തോ കഴിഞ്ഞ ഉണ്ടായതുകൊണ്ടൊന്ന് കളഞ്ഞെന്ന് തോന്നുന്നു. അപ്പം ഷാസ് പറഞ്ഞ് ഏതോരെണ്ണം പുതിയത് വാങ്ങിച്ചു കൊടുക്കാം. ഇനി അവൾ കളഞ്ഞ് അവൾ തലക്കിട്ട് കൊണ്ടു കൊടുക്കാം. മാക് ബുക്ക് നിയോ തിരിച്ചു കൊടുക്കാമെന്നാണ് ഗൈസ്. അതിന് മതിയായി. സോ മാക് ബുക്ക് ടാറ്റ. അപ്പോൾ എന്തായാലും ഐപോഡും വാങ്ങിച്ചിട്ട് നേരെ, അല്ല എയർപോഡും വാങ്ങിച്ചിട്ട് നേരെ ഹോളിഡേ ഇന്നിലോട്ട് പോവുകയാണ്. അവിടെ കയറാന്ന് പറഞ്ഞ ലൗഞ്ചാണ്. അപ്പോൾ 7 മണിക്ക് ടേബിൾ ബുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 8 മണിയായി ഗൈസ്. എന്താവുന്ന അറിഞ്ഞുകൂടാ, നോക്കട്ടെ. അവിടെ വരെ എത്തിയിട്ട് കാണിക്കാം. ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ ഹോളിഡേ കൈറയിൽ എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് നമ്മളിവിടെ. അല്ലല്ല, റൂഫ് ടോപ്പ് ഒന്നുമല്ല. റൂഫ് ടോപ്പിൽ വേണമെങ്കിൽ പോയാൽ പോരെ, ടെറസിൽ കയറിയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ പോയിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ. ഇവിടെ ഇത് കയറ്റുമെന്നോ ഈ വടി, നോക്കട്ടെ. കയറ്റിയില്ലെങ്കിൽ ഇതെടുത്ത് കൈവച്ച് ചെയ്യാൻ ഗൈസ്. ലെറ്റ്സ് സീ. വരാം. ഹാപ്പി ബർത്ത്ഡേ ഗേൾ. ഇതാണ് ഗൈസ് ബർത്ത്ഡേ ഗേൾ. ബർത്ത്ഡേ ഗേൾ പൊളിച്ച് കഴിക്കുന്നു. അങ്ങനെ പോയി ഒറ്റയ്ക്കൊക്കെ അടിച്ച് പൊളിച്ചല്ലേ.
ആ അതാണ്ട് അടുത്തവൻ ഇവൻ പിന്നെ ഇവിടുത്തെ സ്ഥിര സാന്നിധ്യം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ഗൈസ് നമ്മൾ ഇവിടെ ഹോളിഡേ ഇന്നിൽ കയറയിൽ വന്നിരിക്കുകയാണ്. അതിന് ലൈറ്റ് വളരെ കുറവാണ്, പിന്നെ നല്ല മ്യൂസിക്കും ഉണ്ട് ഗൈസ്. സോ കുറച്ചിത്തിരി പണിയാണ്. നമ്മൾ ഓർഡർ ചെയ്ത ഇതാണ് കയറ സിഗ്നേച്ചർ മിക്സ് ഗ്രിൽ മീറ്റ് പ്ലാറ്റർ. ഇന്നെന്തോ ഓഫർ ഉള്ളതുകൊണ്ട് ഈ പ്രൈസിന് അല്ല, ഇതും കുറവാണ്, പിന്നെ എക്സ്ട്രാ ഫിഷൊക്കെ കിട്ടും. സോ ഗുഡ് ഡീൽ. നമ്മൾ വന്ന ദിവസം നല്ലതായിരുന്നു ഗൈസ്. സോ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കട്ടെ. ഫുഡ് വന്നിട്ട് കാണിക്കാൻ കഴിയും, അല്ലെങ്കിൽ മ്യൂസിക് ആണ് കോപ്പിറൈറ്റ് അടിക്കും. സ്ഥലം കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ, അടിപൊളി ചേട്ടാ. ഇത് ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ലടി കിട്ടൂല, കിട്ടും. ഇതാണ് ഫാമിലി. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ ഫോട്ടോ എടുക്കാൻ ഇപ്പൊ ഡിമാൻഡ്. ആ അതൊക്കെ എടുത്തു തരാം, അടങ്ങിയിരി. മേക്കപ്പ് നിന്റെ മേക്കപ്പ് ഒന്നും പോവില്ല. എന്തിന് വിലക്ക് വാങ്ങിയാനാ? 50,000 രൂപയ്ക്കാണ് ഇത് റെന്റ് ഔട്ട് കൊടുക്കുന്നത്. 50,000 രൂപയ്ക്ക് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ 50,000 രൂപയ്ക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. ഈ സാധനം ഗൈസ് ഇത് 50,000 രൂപയ്ക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് നല്ലപോലെ അടിക്കാം. 50,000 രൂപയ്ക്ക് ഞാൻ ഇവിടെ എന്തായാലും ചിലവൊന്നും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. എൻ്റെ വല്ല കല്യാണം എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചെയ്യും. 50,000 രൂപയ്ക്ക് സെറ്റ് ഒന്നും നോക്കണ്ടാ. 50,000 നമുക്ക് വിഷയമല്ല. എടുത്തൊരു എറി എനിക്ക് എന്റെ പുറത്തേക്ക് സോനു ഇത് ബുക്ക് ചെയ്ത് തരും ഗൈസ്. 50,000 രൂപയ്ക്ക് 50,000 രൂപ ഉള്ളി. അതെ അവർക്ക് ഫോട്ടോ എടുക്കണോ? ഉള്ള ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടാണ് ഗൈസ്. ബർത്ത്ഡേ കാണണം ബൈക്ക് ബൈക്ക് എസെൻഷ്യൽ ചോപ്പ്. എനിക്ക് കുറച്ച് ഒരുക്കം കൂടുതലാണ്. അതുകൊണ്ട് കെട്ടിയവൻ ഫോട്ടോ എടുത്ത് കൊടുക്കാനുള്ളവൻ. ഗൈസ് ഇതാണ് നമ്മൾ ഐറ്റം ഓർഡർ ചെയ്തത്. ഒന്നും കേൾക്കാൻ വയ്യ, ഞാൻ ഉറച്ച് സംസാരിക്കാൻ നോക്കാം മാക്സിമം. നല്ല ആന പ്ലാറ്ററാണല്ലോ ഗൈസ്. ഓ രക്ഷയില്ല. എൻ്റെ പൊന്നോ, ഇത് നല്ല വലിയ സൈസാണല്ലോ ഗൈസ്. ഇത് മാത്രം മതി, വേറൊന്നും വേണ്ട. ഒറ്റയ്ക്കാ പിന്നെ നിങ്ങൾ 3 പേര് പിന്നെന്തോ അതിന് കൊള്ളാം കേട്ടോ. നല്ല അടിപൊളി സംഭവം. ഇതൊരു 1 കിലോമീറ്റർ നീളമുള്ള സാധനമാണ്. പോയിട്ടും തീരുന്നില്ല. കൊള്ളാം. ഇത് മൊത്തം ഫിനിഷ് ചെയ്യണം ഇനി. ഇതൊക്കെ ഗ്രില്ലാണ് എല്ലാം ഫ്രൈ ചെയ്ത് നോക്കാൻ ഉള്ള പ്ലാനാണ്. ഇത് ഞാൻ പറഞ്ഞ മോക്ടെയിലാണ് ഗൈസ്. സാഫ്രോണും കോക്കനട്ടും എല്ലാം കൂടെ ഒരു പിനക്കൊളാഡ പ്ലസ് വിത്ത് സാഫ്രൺ ഫ്ലേവർ ഉള്ള ഒരു ഐറ്റമാണ് സാധനം. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്തോട്ടെ. ഇത് ആക്ച്വലി പിനക്കൊളാഡ തന്നെ. സാഫ്രോണിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. എക്സാക്ട്ലി പിനക്കൊളാഡ. അപ്പോൾ എന്തായാലും ഗൈസ് അതിന് സർവ് ചെയ്യണം. ഫുഡ് എടുത്തിട്ട് കഴിച്ചിട്ട് ഞാൻ പറയാം. ബൈ ഗൈസ്. ഫ്ലാഷ് ഇട്ട് എടുക്കാന്നുള്ള ഒരൊറ്റ ഓപ്ഷനിൽ അൾട്രാ വൈഡിൽ ഫ്ലാഷ് ഇട്ട് എടുക്കാം കേട്ടോ. പക്ഷെ ഒറ്റ പ്രശ്നം തന്നെ വെള്ള കളർ ലൈറ്റ്. ചോറും ഞാൻ പറയുന്നത് ഈ ചോറ് ഭയങ്കരമാണ്. ഇതാ ഗൈസ്, ഇതൊരു പുതിയ തരം ലൈറ്റിംഗ് ആണ് ഞാൻ ഇതിൽ പരീക്ഷിക്കുന്നത്. പക്ഷെ കബാബൊക്കെ കൊള്ളാം കേട്ടോ, അടിപൊളി ടേസ്റ്റ് നോക്കട്ടെ. ബിക്കോസ് അല്ല ലൈറ്റ് ഇടാതെ ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റാ. ചിക്കൻ കബാബ് പൊളി. നല്ല മലമളാതെ കഴിക്കുന്നുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റാണ് ഗൈസ്, കൊള്ളാം. നല്ല ഫുഡ്. ബാക്കി കൂടെ ട്രൈ ചെയ്യട്ടെ ഗൈസ്. ബൈ. ലൈറ്റ് വന്നു. ഇത് മതി എനിക്ക് ലൈറ്റ് മതി, കുഴപ്പമില്ല. എനിക്ക് മാത്രം മതി ലൈറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഗൈസ് നമുക്ക് സെപ്പറേറ്റ് ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വീഡിയോ ഒക്കെ പറന്നെടുക്കാം. ഇതാണ് ഗൈസ് ഇവരുടെ ചിക്കൻ അദാന കബാബ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ ജ്യൂസിനെസ് ഗൈസ്. ഇവിടെ മൊത്തം മെഡിറ്ററേനിയൻ ഐറ്റംസ് ആണ്. നീ മുക്കി തന്നാ മതി, ഞാൻ കഴിച്ചോളാം. തേയില മുക്കാളെ ഇതിലാണോ? അതെന്തോ ടൊമാറ്റോ ബേസ്ഡ് ഡിപ്പാണ് ഗൈസ്. എല്ലാം കൊള്ളാം കേട്ടാ, ഞാൻ കഴിച്ചോളാം. നട്ടിന്റെ ഇത് ഗാർലിക് ഡിപ്പാണ്. ഗുഡ്. ഇതെന്നോടെ ഇത് ഗൈസ് ചിക്കനാണ്.
കുറച്ച് ഗാർലിക് ഡിപ്പിൽ മുക്കിയ ചിക്കൻ. ജ്യൂസി എന്നൊക്കെ പറഞ്ഞാൽ സോ ജ്യൂസി. ഈ തന്ന ചിക്കൻ കിടില, സൂപ്പർ കേട്ടോ. എല്ലാം കൊള്ളാടെ. ഏത് കഴിക്കണമെന്നാണ്. ഞാൻ ഈ പ്രോൺസ് കൂടെ കഴിച്ചോട്ടെ. പ്രോൺസ് എടുക്കുക. പ്രോൺസ് എവനും കഴിച്ചുകൂടാ, അതുകൊണ്ട് എല്ലാവരുടെയും അംബാസഡറായിട്ട് ഞാൻ കഴിക്കുന്നു. ഇത് ലാമ്പിൻ്റെ കബാബാണ് കഴിച്ചത്. ഓ നല്ല സ്പൈസ്. ഒരു റോൾ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ്. കുറച്ച് ഓണിയൻ ഇങ്ങനെ മടക്കുക, റോളാക്കുക. കൈ ജീൻസിലായി ചെറുതായിരുന്നു. ജീൻസിൽ ആ തക്കാളി സോസിൻ്റെ തെറിച്ചതാണ് ഗൈസ്. ഇരുട്ടായതുകൊണ്ട് ആരും കാണൂല, കണ്ട് രക്ഷപ്പെടും. കഴിച്ചിട്ട് വരാൻ കഴിച്ചു. എല്ലാം സാധനം കൊള്ളാം, അടിപൊളി. വേറെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് കാണിക്കാം. ബൈ. ഇത് ടർക്കിഷ് ചീസ് കേക്കാണ് ഗൈസ്, യോഗർട്ട് ചീസ് കേക്ക്. ഇത് നമ്മൾ മിഡിൽ ഈസ്റ്റേൺ ഡെസേർട്ടാണ്, ഒമാലി എന്ന് പറഞ്ഞിട്ട്. നല്ല അടിപൊളി സാധനമാണ്, എൻ്റെ ഫേവറേറ്റ് സംഭവമാണ്. ദുബായിലായിരുന്നപ്പോഴേ ഇത് മാറി വരിച്ച് തിന്നുമായിരുന്നു. ഇത് നല്ലതാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് നല്ല ക്ലാസി ലുക്ക്. ഇത് ചീസ് കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാൻ കഴിച്ചു. ഞാൻ 2 ഫോട്ടോ കൂടെ എടുക്കട്ടെ ഇൻസ്റ്റയിൽ ഇടാനായിട്ട്. ഗൈസ്, നമ്മളെന്തോ വിശിഷ്ടപ്പെട്ട ഒരു സാധനം ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഫെൻറ്റാസ്റ്റിക്. സോനു ഓർഡർ ചെയ്ത ആപ്പിളിൻ്റെ എന്തോ ഐറ്റമാണ്. ആപ്പിൾ സാലഡ് പുകച്ച് പുറത്ത് കഴിക്കാനുള്ള പരിപാടിയാണ്. നൈസ് പ്രസന്റേഷൻ. ഓ ആ ഉമാലി ഇന്ന ടേസ്റ്റ് കൂടെ പോയി. പാട്ടി തേണ്ടി. ഈ കൈപ്പൊടിച്ച സോസാണോ നിനക്ക് ഇഷ്ടപ്പെട്ടത്? അത് വാൽനട്ടൊക്കെ വില വെച്ച് ബാക്കിയെല്ലാം കൊള്ളാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പോവുകയാണ്. ബർത്ത്ഡേ ഗേൾ അടിച്ചു പൊളിച്ചില്ലേ? ഹാപ്പി ബർത്ത്ഡേ ഡി വൺസ് അഗൈൻ. നമ്മൾ അടിച്ചു പൊളിച്ച അനങ്ങാൻ വയ്യ ഗൈസ്. ഭയങ്കര ഫുഡ് അടിയായിരുന്നു. ഫുൾ മ്യൂസിക്കും ബർത്ത്ഡേ ട്രീറ്റ് ആണ് വാങ്ങിച്ചു തന്നതല്ല. അതെ, പ്ലേറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. നല്ല വ്ളോഗിൽ കണ്ട് കാണുമല്ലോ ഗൈസ്. അപ്പൊ ശരി, നമ്മൾ പോവാണ് ഗൈസ്. ടാറ്റ ബൈ.